ഹലോ ഗായ്സ്, ലിൻഡുസ് വ്ലോഗിന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഈ പെട്ടിയും സാധനങ്ങളൊക്കെ കാണുമ്പം കുറെ പറഞ്ഞാലും മനസ്സിലായി കാണാം എന്ത് വ്ലോഗായിരിക്കും ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മറ്റേണിറ്റി ബാഗ് പാക്കിങ്ങിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 8 months ഒക്കെ ആയി. അപ്പൊ ഞങ്ങൾക്ക് ഇന്നാണൊന്ന് സമയം കിട്ടിയത്. അപ്പൊ ഞങ്ങൾ തന്നെ ഇന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാന്ന് വെച്ചു. എപ്പോഴാണ് ഒരു എമർജൻസി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫുള്ള് ബാഗ് പാക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് വേണ്ടേ, ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല, നാട്ടിലേക്കാളും ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കൗൺസിലിംഗ് തന്ന മിഡ് ബാഗ്സ് നമുക്കൊരു ബുക്ക് തന്നുവിടും. അപ്പോൾ ഈ ബുക്കിന്റെ ബാക്കിലാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ലിസ്റ്റാണ് വേണ്ടതെന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതും നമ്മൾ പാക്ക് ചെയ്യുന്നതും. അപ്പോൾ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ബേബിക്ക് വേണ്ട സാധനങ്ങൾ, മദറിന് വേണ്ട സാധനങ്ങൾ, ഫാദറിന് വേണ്ട സാധനങ്ങൾ, ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം, അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1 by 1 ആയി നോക്കിയാണ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ബേബിക്കുള്ള സാധനങ്ങളാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇത് ന്യൂ ബോൺ നാപ്പീസ് ആണ്. ഞാനിപ്പോൾ ഓരോ പാക്കറ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് ഫുള്ളായിട്ട് കൊണ്ടുപോയില്ല. കാരണം നമ്മൾ ബേബി ഉണ്ടാകുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് ആദ്യം എടുത്തു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് കവറിലാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ബേബിക്ക് വേണ്ടതും ഫസ്റ്റ് ഡെലിവറി സമയത്ത്, ഡെലിവറി സ്യൂട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് സെപ്പറേറ്റ് ആണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കാണിച്ചപ്പോൾ ഞാൻ ഫുള്ളായിട്ടും കാണിച്ചതേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് 2 നാപ്പി എടുത്താണ് നമ്മൾ വേറൊരു കവറിലോട്ടാക്കി പാക്ക് ചെയ്ത് സെപ്പറേറ്റ് ലേബൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് നാപ്പി വേണം. പിന്നെ വേണ്ടത് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബേബി ബോയ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് സെറ്റാക്കിയിരിക്കുന്നത്. ഒരു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഒരു 2 എണ്ണം എടുത്തിട്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുത്തോളും ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ബേബിക്ക് ഇടാൻ വേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ്. ഇത് പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു വെസ്റ്റ് ഇടണം നമ്മൾ. അപ്പോൾ അത് 3/4 സ്ലീവ് ഉള്ളതുകൊണ്ട് സ്ലീവ് ഇല്ലാത്തത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്യണം. പിന്നെ ഇത് പെയർ ഓഫ് മിറ്റൻസ് ഉണ്ട്, സോക്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ കയ്യിലിടാനുള്ളതുണ്ട്. കുറച്ച് ടവൽസ് ആട്ടോ, ചുമ്മാ ചെറിയൊരു ഹാൻഡ് കർച്ചീഫ്സ് ഒക്കെ. ഇതിപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ആവശ്യമില്ല, അപ്പോൾ പിന്നീടാണെങ്കിലും യൂസ് വരും. പിന്നെ ഇത് തലയിൽ വെക്കേണ്ട സാധനം. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഇത് തലയിൽ വെക്കാനായിട്ടുള്ളത് അതിനൊരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഫുള്ളൊന്നും കൊണ്ടുപോകുന്നില്ല. ഇതിൽ നിന്നൊരു 2-3 എടുത്ത് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ്, സ്വായിൽ ബ്ലാങ്കറ്റ്, ഇത് പുറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ ഇത്രയാണ് ബേബി ജനിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് വൈപ്സ് എടുത്തിട്ടുണ്ട്. അത് വൈപ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ആൽക്കഹോൾ ഇല്ലാത്ത വാട്ടർ വൈപ്സ് നോക്കിയെടുക്കണം. ഇതിപ്പോൾ ഞങ്ങൾ ഇതൊരു സെറ്റായിട്ട് വാങ്ങിച്ചതേ ഉള്ളൂ. ഹോസ്പിറ്റലിലോട്ട് നമ്മളിത് ഫുള്ളൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വാട്ടർ വൈപ്സ്, ആൽക്കഹോൾ ഇല്ലാത്ത വൈപ്സ് നോക്കിയെടുക്കണം. പിന്നെ ഇനി നമ്മൾ അവിടെ ഫസ്റ്റായിട്ട് ബേബീനെ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ബേസിൻ. അതൊക്കെ നമ്മുടെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബേസിൻ, ഇത് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും എല്ലാം കൂടെ എടുത്ത് മിക്സ് ആക്കാൻ വേണ്ടിയാണ് അവരിങ്ങനത്തെ ഒരു ചെറിയ ബേസിനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഒരു ബേസിൻ, ഈ ബേസിൻ വേണം. പിന്നെ വേണ്ടത് കോട്ടൺ റോൾ അല്ലെങ്കിൽ കോട്ടൺ പാഡാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സാധനം. അപ്പോൾ ഇത് ബേബിനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് തുടയ്ക്കാനും ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ്. മിഡ് വൈപ്സ് ആയിരിക്കും ആദ്യത്തെ വാഷൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോട്ടൻ്റെ ഈ സാധനം. പിന്നെ വാഷ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തുടപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടവൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ടവൽ വേണം. പിന്നെ ഇതൊരു സെറ്റായിട്ട് വാങ്ങിച്ചാണ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് കാണിക്കാം. ഇതാണ് സൂത്തർ എന്ന് പറയുന്ന സാധനം. നമ്മൾ ബേബി കരയുമ്പോഴത്തേക്കിന് ഇതാണ് എല്ലാവരും വായിൽ വെക്കുന്നത്. അപ്പോൾ ഇതാണ് സൂത്തർ. പിന്നെ ഇതിൻ്റെ അകത്തും വൈപ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ട്രാവൽ സൈസ് സാധനങ്ങൾ കൊണ്ടുപോകണമെന്നാണ് ഒരു ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. സോപ്പായാലും ലോഷനായാലും എല്ലാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു വൈപ്സ് ഉണ്ട്. പിന്നെ ഇതാണ് ഫീഡിങ് ബോട്ടിൽ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്നത് 150 ml ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു 6 months നമുക്ക് 150 ml ഒക്കെ മതി. അത് കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ 250 മാറുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ബാഗിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതെല്ലാം നാപ്പി ക്രീം, നാപ്പി റാഷസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ബോഡി വാഷും ഷാമ്പും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇത് ബോഡി ലോഷൻ. ഇതെല്ലാം കുഞ്ഞതാണ് വാങ്ങിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ നമുക്കറിയില്ല
ലോഷൻ അല്ല ഏത് ഷാമ്പൂ ആയിരിക്കും അതിന് സൂറ്റബിൾ എന്ന്. അപ്പോൾ ബോഡിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് അതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ്. ഇത് സെയിം തന്നെ, ബോഡി ലോഷൻ തന്നെ. ഇത് ബോഡി വാഷ്, ഷാമ്പൂ, അങ്ങനെ 2 സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പാക്കിൽ വന്നേക്കുന്നത്. എല്ലാം 1 by 1 ആയിട്ട് ഇതിലേക്ക് പഴിക്കാൻ പോകും. എന്തായാലും ഷെയിനിൽ നിന്ന് കുറേ സാധനം വാങ്ങിച്ച ലാഭമായി. അതുകൊണ്ട് ഷെയിനിൽ കുറേ കവേഴ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാം പഠിച്ചല്ലോ അല്ലേ, എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന്. അവര് ചോദിക്കുമ്പോ പെട്ടെന്ന് പടപടെ എടുത്തു കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ എഴുതിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോ കൺഫ്യൂഷൻ ആവല്ലോ. ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്തോളാൻ പറയും. അവർക്കറിയാലോ. അപ്പോൾ ന്യൂ ബോൺസിന് നമ്മൾ ഏകദേശമൊക്കെ സെറ്റാക്കി. ഇനി മദറിന് ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഇത്, മെറ്റേണിറ്റി പാല്. അപ്പോൾ അത് വലിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഇതാക്കണം. പിന്നെ പൈജാമാസ്, അത് കൂടുതൽ ഫ്രണ്ട് ഓപ്പൺ ഉള്ളതാണ് നല്ലത്. പൈജാമാസ് 2 എണ്ണം കൊണ്ടുപോകണം. പിന്നെ നമുക്ക് ഷവറിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ ട്രാവൽ സൈസാണ് അവർ പറഞ്ഞേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ബോട്ടിലിനകത്ത് എന്തെങ്കിലും ആക്കിക്കൊണ്ട് പോയാൽ മതി. ഷവറിന് വേണ്ട നമുക്ക് ബ്രഷ്, കോമ്പ്, നഴ്സിംഗ് പില്ലോ വേണമെങ്കിൽ അത്, പിന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് ഹൈ വേസ്റ്റ് ആയിട്ടുള്ള സാധനം, അതൊക്കെയാണ് മദറിന് വേണ്ടത്. മെയിനായിട്ട് ന്യൂ ബോൺസിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, മദറിന് ഇതൊക്കെയാണ് വേണ്ടത്. അപ്പം ഇനി അതാണ് അടുത്തെടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാഗ് പഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് ബാഗിലോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പം അമ്മയ്ക്കും കൊച്ചിനും ആവശ്യമായ സാധനങ്ങൾ മൊത്തം നമ്മൾ ഈ പെട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊരു മീഡിയം സൈസ് പെട്ടി വാങ്ങിച്ചാൽ എന്നാൽ ഒറ്റ പെട്ടി കൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ക്യാരേജറാണ്, മറ്റേ കാർ സീറ്ററാണ്. ബേബീനെ നാട്ടിലെ പോലെ നമ്മുടെ കയ്യിലൊന്നും തരില്ല. നമുക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കാർ സീറ്ററിൻ്റെ അകത്തെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാർ സീറ്ററും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇവിടെ റെഡിയാണ്. സ്റ്റോളറും എല്ലാം പുതിയതായിട്ടൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് എല്ലാം ഫ്രണ്ട്സ് എല്ലാവരും കുറേ പേര് തന്നു. അതുകൊണ്ട് അതെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം, ബാക്കി ഈ ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിച്ചതാണ്. ഇത് നമ്മൾ വാങ്ങിച്ചത് ഇത് ബേബി വേൾഡ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പം സാധനം വാങ്ങാനായിട്ട് പോയ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ബേബി വേൾഡിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചത്. പിന്നെ സ്റ്റോളറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബേബി വേൾഡിൽ കയറിയിട്ട് ആ ഭാഗത്തേക്ക് നോക്കിയില്ല. നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ബേബി വേൾഡിൽ. പിന്നെ വേറെ ഇത്രയൊക്കെ ഉള്ളൂ മെറ്റേണിറ്റി പാക്കിങ്ങിനെ പറ്റി പറയാനുള്ളത്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഇന്നത്തെ വ്ലോഗ് ഞാനങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്തൊരു വ്ലോഗിൽ നമുക്ക് കാണാം. ഇനി ബർത്ത് വ്ലോഗ് വരുന്നുണ്ട്, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൻ്റെ വ്ലോഗ് വരുന്നുണ്ട്, വളക്കാപ്പ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് നാൾ ബിസി ആയിരിക്കും. അപ്പം നെക്സ്റ്റ് മന്ത് August 17 എൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പം അതുപോലെ മുന്നേ ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം. അപ്പോൾ ബേബി വേൾഡിൽ പോയ വിശേഷം കൂടെ കാണിച്ചിട്ട് ഞാൻ വ്ലോഗ് എൻഡ് ചെയ്യാണ്. അപ്പം ബൈ ബൈ, നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.